നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡ്രെഡ്ജർ ഗംഗാവലി പുഴയിലെത്തി. അർജുനായുള്ള തിരച്ചിൽ പുലർച്ചെയോടെ പുനരാരംഭിച്ചേക്കും. അറ്റകുറ്റപ്രവൃത്തി. പ്രസ് ക്ലബ് ജംഗ്ഷൻ മുതൽ ചന്ദ്രഗിരി പാലം വരെയുള്ള റോഡ് അടച്ചിട്ടു. വാഹനങ്ങളും വഴിതിരിച്ചു വിടുന്നു. ശിവസേന ഷിൻഡെ വിഭാഗം MLAയുടെ അധിക്ഷേപ പരാമർശത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം. കാസർഗോട്ട് പ്രകടനം നടത്തി. ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഉദിനൂർ തിയേറ്റർ വില്ലേജ് ഉദ്ഘാടനവും ഉടയോൾ നാടക അവതരണവും 21-22 തീയതികളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. മഞ്ചേശ്വരം ദേശീയപാതയോരത്തെ അടിപ്പാതകൾ അപകട സാധ്യതയുണ്ടാക്കുന്നതായി പരാതി. അടിയന്തര നടപടി വേണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. ഷിരൂർ ദൗത്യം. ഗോവയിൽ നിന്ന് പുറപ്പെട്ട ഡ്രെഡ്ജർ ഗംഗാവലി പുഴയിലെത്തി. 10 മണിയോടെ അഴിമുഖത്തെത്തിയ ഡ്രെഡ്ജർ വൈകിട്ട് 4 മണിയോടെയാണ് ഗംഗാവലി പുഴയിലേക്ക് തിരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെയോടെ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം. നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ്. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് ഗോവ തുറമുഖത്ത് നിന്ന് ടഗ് ബോട്ടിൽ ഘടിപ്പിച്ച ഡ്രെഡ്ജർ ഷിരൂർ ദൗത്യത്തിനായി കാർവാറിലേക്ക് പുറപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 12 മണിയോടെ കാർവാർ തുറമുഖത്ത് നങ്കൂരമിട്ട ബോട്ട് വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് ഷിരൂർ അഴിമുഖത്ത് എത്തിയത്. 2 പാലങ്ങളിലൂടെയുള്ള യാത്ര വേലിയിറക്ക സമയത്തിനായി വൈകിട്ടേക്ക് മാറ്റിവെക്കുകയായിരുന്നു. രാവിലെ 10 മണിയോടെ ഗംഗാവലി അഴിമുഖത്ത് ആദ്യ പാലത്തിന് സമീപത്തായി ബോട്ട് നങ്കൂരമിട്ടു. കാലാവസ്ഥ അനുകൂലമായതിനാൽ നേരത്തെ നിശ്ചയിച്ച സമയത്തിന് മുൻപേ ബോട്ട് അഴിമുഖത്ത് എത്തിക്കാനായി. നാളെ പുലർച്ചെയോടെ ദൗത്യം പുനരാരംഭിക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം. തിരച്ചിൽ 3ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. നാളെ ഒരു തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. തീർച്ചയായിട്ടും അർജുനും മറ്റ് 2 പേർക്കും വേണ്ടിയുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇവിടെ പുനരാരംഭിക്കാൻ പോകുന്നത്. വണ്ടിയുടെ അടുത്തേക്ക് എത്തി അർജുനെയും മറ്റു 2 പേരെയും എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ സംഭവം ഇവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടി. നമ്മൾ കർണാടക പോയിട്ട് മുഖ്യമന്ത്രി വരെ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഉറപ്പ് നമുക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. അതിന് ഒതുക്കിക്കൊണ്ടായിരുന്നു ഈ ഡ്രെഡ്ജർ ഇവിടെ എത്തിയതും എല്ലാ കാര്യങ്ങളും. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷയായി. ഇത് അർജുനും മറ്റ് 2 പേർക്ക് എന്ത് പറ്റി എന്നതിന്റെ ഒരു ഉത്തരത്തിനുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ. നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ്. നാവികസേന ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധന. പുഴയിൽ അടിഞ്ഞിരിക്കുന്ന വലിയ പാറക്കഷണങ്ങളും മരവും മണ്ണും നീക്കം ചെയ്യുന്നതിനാണ് ഡ്രെഡ്ജർ ഉപയോഗിക്കുന്നത്. ലോറി പുറത്തെത്തിക്കുവാനായി ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കും. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഷിരൂറിൽ എത്തിയിരുന്നു. 3 ദിവസത്തിനകം ദൗത്യം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ലോറിയിലെ ക്യാബിനകത്ത് അർജുനുണ്ടോ എന്നതായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനി കണ്ടെത്തുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ഷിരൂർ. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ പഴയ പ്രസ് ക്ലബ് ജംഗ്ഷൻ മുതൽ ചന്ദ്രഗിരി പാലം വരെയുള്ള റോഡിന്റെ അറ്റകുറ്റപ്രവൃത്തി തുടങ്ങി. ചെറുവാഹനങ്ങൾക്ക് പോക്കറ്റ് റോഡുകൾ വഴി യാത്ര തുടരുവാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കാസർഗോട്ടേക്ക് വരുന്ന KSRTC ബസ്സുകൾ ചന്ദ്രഗിരി പാലം വരെയാണ് സർവീസ് നടത്തുന്നത്. ഇത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ പഴയ പ്രസ് ക്ലബ്ബ് ജംഗ്ഷൻ മുതൽ ചന്ദ്രഗിരി പാലം വരെയുള്ള റോഡ് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും കടന്നു പോകുവാൻ സൗകര്യമില്ലാതെ അപകടകരമായ വിധത്തിൽ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ അറ്റകുറ്റപ്രവൃത്തി തുടങ്ങിയത്. റോഡ് മുഴുവനായി തകർന്നിരിക്കുന്ന 45 മീറ്റർ ഇന്റർലോക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചത്. ഇതിനായി 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. 10 ദിവസത്തേക്ക് ഇതുവഴി ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് പ്രവൃത്തി നടത്തുന്നത്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. റോഡ് അടച്ചതോടെ മംഗലാപുരം ഭാഗത്തു നിന്നും വരുന്ന വലിയ ചരക്ക് വാഹനങ്ങൾ കുമ്പളയിൽ നിന്നും സീത്താങ്കോളി ബദിയടുക്ക ചെർക്കള വഴി NH റോഡിൽ കയറിയാണ് യാത്ര തുടരുന്നത്. കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും വരുന്ന വലിയ വാഹനങ്ങൾ മാവുങ്കാൽ വഴി ദേശീയപാതയിൽ കൂടിയാണ് വരുന്നത്.
കാസർഗോഡ് ഭാഗത്തു നിന്നും മേൽപ്പറമ്പ് ഭാഗത്തേക്ക് ഇരുചക്ര വാഹനങ്ങളും നാൽചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും പുലിക്കുന്ന് ബജാജ് ഷോറൂം റോഡിൽ കൂടി കയറി ചന്ദ്രഗിരി പാലം വഴി യാത്ര തുടരുവാനും തിരിച്ച് കാസർഗോട്ടേക്ക് വരേണ്ട വാഹനങ്ങൾ പഴയ SP ഓഫീസ് മുനിസിപ്പാലിറ്റി റോഡിലൂടെ കാസർഗോഡ് ടൗണിലേക്ക് വരുവാനുമുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട്ട് നിന്നും കാസർഗോട്ടേക്ക് വരുന്ന KSRTC ബസ്സുകൾ ചന്ദ്രഗിരി പാലം വരെയാണ് സർവീസ് നടത്തുന്നത്. ഇത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. യാത്രക്കാർ ഇവിടെ ഇറങ്ങി നടന്നോ മറ്റു വാഹനങ്ങളെ ആശ്രയിച്ചോ ടൗണിലെത്തേണ്ട അവസ്ഥയാണുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശിവസേന ഷിൻഡെ വിഭാഗം MLA രാഹുൽ ഗാന്ധിക്കെതിരായി നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധത്തിന്റെ ഭാഗമായി കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. ശിവസേന ഷിൻഡെ വിഭാഗം MLA രാഹുൽ ഗാന്ധിക്കെതിരായി നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. കാസർകോട്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി നേതാവിനെ നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. BJPയോടും RSSനോടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് രാജ്യത്തെ ജനകോടികളുടെ ജനാധിപത്യ വിശ്വാസികളുടെ രാജകൊട്ടാരത്തിലെ രാജാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ RSSന്റെ നേതാക്കന്മാർ, അതല്ലെങ്കിൽ ശിവസേനയുടെ ഷിൻഡെ വിഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നാവ് മുറിക്കെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ശിവസേനയുടെ ആ ഷിൻഡെ വിഭാഗത്തിന്റെ നേതാവിന്റെ നാവ് മുറിക്കാൻ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ മുമ്പോട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. DCC ജനറൽ സെക്രട്ടറി CV ജെയിംസ് അധ്യക്ഷത വഹിച്ചു. PA അഷ്റഫ് അലി, MC പ്രഭാകരൻ, PV സുരേഷ്, സുന്ദര ആരിക്കാടി, M രാജീവൻ നമ്പ്യാർ, A വാസുദേവൻ, ജവാദ് പുത്തൂർ, G നാരായണൻ, സാജിദ് കമ്മാടം തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടന സമാപനത്തിന്റെ ഭാഗമായി കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലെ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. ശിവസേന ഷിൻഡെ വിഭാഗം MLA രാഹുൽ ഗാന്ധിക്കെതിരായി നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ മറ്റു കേന്ദ്രങ്ങളിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നടത്തുന്ന റിലേ നിരാഹാര സമരത്തിന് മുന്നോടിയായി കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. NE നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ചെങ്കൽ ക്വാറികൾക്ക് പെർമിറ്റ് അനുവദിക്കാതെ ലക്ഷങ്ങൾ പിഴ ചുമത്തുന്ന നടപടിക്കെതിരെ ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നടത്തുന്ന റിലേ നിരാഹാര സമരത്തിന് മുന്നോടിയായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സീതാങ്കോളി വിദ്യാനഗർ റോഡിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു. തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ NE നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഈ സമരത്തിന് നമ്മെ പ്രേരിപ്പിച്ച ചേതോവികാരം ഇഷ്ടം പോലെ ഉദ്യോഗസ്ഥന്മാർക്ക്, കളക്ടർമാർക്ക് തോന്നിയ പോലെ ഈ ചെങ്കല്ല് ലോറികൾ പിടിക്കുന്നു. ചെങ്കല്ല് ലോറി പെർമിറ്റ് ഇല്ലാത്ത ചെങ്കല്ല് ലോറി പിടിക്കുന്നതിനോട് നമുക്ക് എതിർപ്പില്ല. ചെങ്കല്ല് ഇങ്ങനെ പെർമിറ്റ് ഇല്ലാതെ ഏതെങ്കിലും വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിയമത്തിന്റെ വഴിയിൽ പോകും. പക്ഷേ ആ നിയമം ഒരിക്കലും സാധാരണക്കാരെ പട്ടിണിയിലാക്കുന്ന നിയമമാകാൻ പാടില്ല എന്നാണ് നമ്മുടെ എല്ലാവരുടെയും നിർബന്ധം. പെർമിറ്റ് ഇല്ലാതെ ലോറി പോകുന്നുണ്ടെങ്കിൽ പിടിച്ചോ, പക്ഷേ പെർമിറ്റ് അതിനുള്ള
പിഴ അടക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ ആ പിഴ അടക്കാനും സമ്മതിക്കുകയില്ല. ലോറി നമുക്ക് തിരിച്ച് നൽകാനും ജില്ലാ ഭരണകൂടം തയ്യാറില്ല എന്ന് പറയുമ്പോൾ അത് ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുള്ള ക്രൂരതയാണ് എന്ന് എനിക്ക് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സുധാകര പൂജാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഹുസൈൻ ബീർക്ക സ്വാഗതം പറഞ്ഞു. സമരസമിതി ചെയർമാൻ എം വിനോദ് കുമാർ, സംസ്ഥാന പ്രസിഡന്റ് നാരായണൻ കൊളത്തൂർ, സംസ്ഥാന സെക്രട്ടറി കെ മണികണ്ഠൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, നേതാക്കളായ റെജി മാത്യു, വിശ്വംഭരൻ ചെറുവത്തൂർ, ചന്ദ്രൻ ഉദുമ, അനിൽകുമാർ, ഹരീഷ് ഷെട്ടി, മൊയ്തീൻ കുമ്പളെ, ഉമ്മർ MP, കുമാർ കാഞ്ഞങ്ങാട്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അബ്ദുള്ള കുഞ്ഞി ചെർക്കള എന്നിവർ സംബന്ധിച്ചു. ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള അനിശ്ചിതകാല റിലേ നിരാഹാര സമരം വെള്ളിയാഴ്ച മുതൽ കളക്ടറേറ്റ് പരിസരത്ത് ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദിനൂർ തിയേറ്റർ വില്ലേജ് ഉദ്ഘാടനവും ഉടയോൾ നാടക അവതരണവും സെപ്റ്റംബർ 21-22 തീയതികളിലായി നടക്കും. തിയേറ്റർ വില്ലേജിന്റെ ഉദ്ഘാടനം നാടക സിനിമ നടൻ മുഹമ്മദ് പേരാമ്പ്ര നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദിനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന നാടകാവതരണത്തിൻ്റെ ഭാഗമായി പ്രദേശത്തെ നാടക പ്രവർത്തകരുടെ ഒത്തുചേരലും നടക്കും. 6 പതിറ്റാണ്ടോളമായി ഉദിനൂർ ഗ്രാമത്തിലെയും പരിസരങ്ങളിലെയും നാടക പ്രവർത്തകരായിരുന്ന പഴയ തലമുറയിലുള്ളവർ അനുഭവങ്ങൾ പങ്കിടുന്ന നടന സാക്ഷ്യം സെപ്റ്റംബർ 21 ഉച്ചകഴിഞ്ഞ് 2:30 നടക്കും. EV ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും. കൃഷ്ണകുമാർ പള്ളിയത്ത് മോഡറേറ്ററായിരിക്കും. 22 വൈകുന്നേരം 5 മണിക്ക് തിയേറ്റർ വില്ലേജിന്റെ ഉദ്ഘാടനം മുഹമ്മദ് പേരാമ്പ്ര നിർവഹിക്കും. ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് നീലേശ്വരം V ശശിയെ ആദരിക്കും. അംബികാസുധൻ മാങ്ങാട് മുഖ്യാതിഥിയായിരിക്കും. 2 ദിവസങ്ങളിലും രാത്രി 7-ന് ഉടയോൾ നാടകം അരങ്ങേറും. അംബികാസുധൻ മാങ്ങാടിൻ്റെ പകർനാട്ടം എന്ന നീണ്ട കഥയ്ക്ക് EV ഹരിദാസാണ് സംവിധാനം നിർവഹിച്ചത്. 5 വനിതകളടക്കം 10 പേരാണ് നാടകത്തിൽ വേഷമിടുന്നത്. ഭാരിച്ച സാമ്പത്തിക ബാധ്യത നാടക സംഘങ്ങളെ നാടകരംഗത്ത് നിന്നും മാറ്റി നിർത്തുന്ന പുതിയ കാലത്ത് ഒരു സ്ഥിരം തിയേറ്റർ എന്ന ലക്ഷ്യവുമായാണ് ഉദിനൂർ തിയേറ്റർ വില്ലേജ് രൂപീകരിച്ചതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദാമു കാര്യത്ത്, EV ഹരിദാസ്, VP നാരായണൻ, VV ഹരിത, ഗോപികാനാഥ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം ദേശീയപാതയോരത്തെ അടിപ്പാതകൾ അപകട സാധ്യതയുണ്ടാക്കുന്നതായി പരാതി. അടിപ്പാതയിലൂടെ പുറത്തേക്ക് വരുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് കാണാനാവാത്ത അവസ്ഥയാണെന്നും ഇത് അപകടങ്ങൾക്ക് കാരണമാകുന്നുമെന്നുമാണ് ആശങ്ക. വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തം. മഞ്ചേശ്വരം ദേശീയപാതയോരത്തെ പൊസോട്, കരോട, കുഞ്ചത്തൂർ ഉൾപ്പെടെയുള്ള അടിപ്പാതകളെല്ലാം അപകട സാധ്യതയുണ്ടാക്കുന്നതായുള്ള പരാതി ഉയരുന്നു. അടിപ്പാതയിലൂടെ പുറത്തേക്ക് വരുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ വരുന്നുണ്ടെന്ന് കാണാനാവാത്ത അവസ്ഥയുള്ളതാണ് അപകട സാധ്യതയുയർത്തുന്നതെന്നാണ് പരാതി. അണ്ടർപാസിൽ നിന്നും സർവീസ് റോഡിലേക്കുള്ള പ്രവേശന ഭാഗം തിരിവില്ലാതെ നേരിട്ട് കടക്കുന്ന രീതിയിലാണുള്ളത്. മുന്നോട്ടെടുത്താൽ മാത്രമാണ് ഡ്രൈവർമാർക്ക് സർവീസ് റോഡിൽ വരുന്ന വാഹനങ്ങളെ കാണാനാവുക. ഇത്തരത്തിൽ വാഹനങ്ങൾ മുന്നോട്ടെടുക്കുന്നത് കുറച്ചധികമായാൽ സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളിലേക്ക് ഇടിക്കുവാൻ ഇടയാക്കും. നേരത്തെ ബാരിക്കേഡ് സ്ഥാപിച്ച് തിരിവ് നൽകിയിരുന്നു. ഇപ്പോൾ അത് മാറ്റിയതാണ് അപകട സാധ്യതയ്ക്ക് കാരണമാകുന്നത്. 2 ദിവസം മുമ്പ് മഞ്ചേശ്വരം കരോട അടിപ്പാതയിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാഹനം വേഗതയിൽ സർവീസ് റോഡിലേക്ക് കയറിയത് വലിയ അപകടത്തിന് തന്നെ കാരണമാവുകയായിരുന്നു. ആ സമയത്ത് സർവീസ് റോഡിൽ വാഹനങ്ങളില്ലാതിരുന്നതാണ് വൻ അപകടം ഒഴിവാക്കിയത്. CCTVയിൽ പതിഞ്ഞ ഈ ദൃശ്യം ഡ്രൈവർമാരിൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. സ്ഥലത്ത് അപകട മുന്നറിയിപ്പ് ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നും അപകടത്തിന് കാരണമാകുന്ന അശാസ്ത്രീയാവസ്ഥ ഒഴിവാക്കണമെന്നുമാണ് ഡ്രൈവർമാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. പൊസോട്, കരോട, കുഞ്ചത്തൂർ പ്രദേശങ്ങളെല്ലാം ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശമായതിനാൽ നിരവധി വാഹനങ്ങളാണ് അടിപ്പാതകൾ വഴി പോകുന്നത്. അതിനാൽ തന്നെ അപകടങ്ങൾ തടയാൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ ശക്തമായി ആവശ്യപ്പെടുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മാധ്യമപ്രവർത്തകനും ചെറുവത്തൂർ പ്രസ് ഫോറം അംഗവുമായിരുന്ന പ്രകാശൻ കുട്ടമ്പത്തിന്റെ 7ാം ചരമവാർഷികത്തിൽ പ്രസ് ഫോറം നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
ചെറുവത്തൂർ മേഖലയിലെ മാധ്യമപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന സീനെറ്റ് ചാനൽ ക്യാമറാമാൻ പ്രകാശൻ കുട്ടമത്തിന്റെ ഓർമ്മകൾക്ക് 7 ആണ്ട് തികയുന്ന വേളയിൽ ചെറുവത്തൂർ പ്രസ് ഫോറം ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം സിനിമാ താരം PP കുഞ്ഞികൃഷ്ണ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആദ്യകാലത്ത് ചിലപ്പോൾ ഇത്രയും മീഡിയ അല്ലെങ്കിൽ മാധ്യമ രംഗത്ത് ഇത്രയും ചാനലുകളും മറ്റും വരാത്ത ഒരു കാലത്ത് തൻ്റെ ബൈക്കിലും സ്കൂട്ടറിലുമായി തൃക്കരിപ്പൂർ മുതൽ നീലേശ്വരം വരെയുള്ള എല്ലാ മേഖലകളിലും ഗ്രാമാന്തരങ്ങളിലെ ക്ലബ്ബുകളുടെയും വായനശാലകളുടെയും മറ്റ് അമ്പലങ്ങളുടെയും ഒക്കെ വാർത്തകൾ ഓടിച്ചാടി നടന്നുകൊണ്ട് അത് ശേഖരിക്കാനും ആ വാർത്തകൾ സീനെറ്റ് ന്യൂസിലൂടെ പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് പ്രകാശൻ കുട്ടമൻ. പ്രസിഡന്റ് രജീഷ് കുളങ്ങര അധ്യക്ഷത വഹിച്ചു. വിനയൻ പിലിക്കോട് അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസ് ഫോറം സെക്രട്ടറി ദിജേഷ് പട്ടോട്, മുൻ സെക്രട്ടറി T രാജൻ, തൃക്കരിപ്പൂർ പ്രസ് ഫോറം പ്രസിഡന്റ് ഉറുമീസ് തൃക്കരിപ്പൂർ, പ്രകാശൻ മാണിയാട്ട്, മുകുന്ദൻ ആലപ്പടമ്പൻ, ഉദിനൂർ സുകുമാരൻ, PV ചന്ദ്രൻ, അജേഷ് കരക്കേരു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂരിൽ പ്രവർത്തനത്തിന്റെ 2.5 പതിറ്റാണ്ട് പിന്നിടുന്ന റോട്ടറി ക്ലബ് തൃക്കരിപ്പൂർ CH സെന്ററിന് ഡയാലിസിസ് മെഷീനുകൾ നൽകി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവ പങ്കാളികളാകുന്നു. വൃക്കരോഗികൾക്ക് ആശ്വാസം നൽകി വരുന്ന വൾവക്കാട്ട് പ്രവർത്തിക്കുന്ന CH സെന്ററിൽ നൽകുന്ന 5 മെഷീനുകൾ 22 രാവിലെ 10:30 രാജ്മോഹൻ ഉണ്ണിത്താൻ MP കൈമാറും. അന്താരാഷ്ട്ര റോട്ടറി ഫൗണ്ടേഷന്റെ സാമ്പത്തിക സഹായത്തോടെ സ്ഥാപിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിന് ഏതാണ്ട് 30 ലക്ഷത്തിൽ പരം രൂപ ചിലവ് വരും. സൗജന്യമായാണ് പൊതുജനങ്ങൾക്ക് സേവനം ലഭിക്കുകയെന്ന് റോട്ടറി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 22 രാവിലെ 10:30 CH സെന്ററിൽ നടക്കുന്ന ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. റോട്ടറി ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ മുഖ്യാതിഥിയാകും. അപ്പോൾ സിൽവർ ജൂബിലി പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് സാധാരണ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് പോലെ അത് അവിടെ തന്നെ നിൽക്കുമല്ലോ. റോഡ് സൈഡിൽ കൂടെ 4 മെഷീൻ, ഈ 4 മെഷീനും ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നാണ്. അല്ല അവരെ കയ്യിൽ നിന്ന് യാതൊരു മെഷീൻ വാങ്ങിക്കാൻ പാടില്ല. ഞങ്ങൾ കൊടുത്ത മെഷീൻ, മറ്റ് മെഷീനുകൾ അവരുടെ സാമ്പത്തികം നോക്കിയിട്ട് കുറച്ചെന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ മെഷീൻ ഉപയോഗിക്കുന്നവരുടെ നിന്ന് അവർ പൈസ വാങ്ങിക്കരുത്. ഇനി ആരെങ്കിലും നിങ്ങളെ ഡൊണേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ബോക്സൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതിൽ കിട്ടാൻ നമുക്ക് ഒബ്ജക്ഷൻ. ഞങ്ങൾക്കൊരു പൈസ ആവുന്നില്ല. ഇത് ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത 7 കൊല്ലം ഇത് മോണിറ്റർ ചെയ്യും. M രാജഗോപാലൻ MLA, റോട്ടറി മുൻ ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കർ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. റോട്ടറി പ്രൊജക്ട് ചെയർമാൻ ഡോക്ടർ K സുധാകരൻ, കൺവീനർ AM രാജഗോപാലൻ നായർ, അസിസ്റ്റന്റ് ഗവർണർ CH അബ്ദുൾ റഹീം, KV ഗംഗാധരൻ, M സുലൈമാൻ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. സിവിൽ സ്റ്റേഷൻ ശുചീകരിക്കുന്നതിനും ഓഫീസുകളെ ഹരിത ഓഫീസുകളാക്കി മാറ്റുന്നതിനുമായുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് യോഗം ചേർന്നത്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെയും ഒക്ടോബർ 2 വരെ നടത്തുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെയും ഭാഗമായാണ് സിവിൽ സ്റ്റേഷൻ ശുചീകരിക്കുന്നതും മുഴുവൻ ഓഫീസുകളെയും ഹരിത ഓഫീസുകളാക്കി മാറ്റുന്നതും. ഇതിന്റെ മുന്നോടിയായാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ജില്ലാതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ADM അഖിൽ P, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി സജീവ് PK, നവകേരളം കർമ്മ പദ്ധതി കോർഡിനേറ്റർ K ബാലകൃഷ്ണൻ, കോർഡിനേറ്റർ കൃഷ്ണ, HIEC കോർഡിനേറ്റർ സനൽ M എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡ്രെഡ്ജർ ഗംഗാവലി പുഴയിലെത്തി. അർജുനായുള്ള തിരച്ചിൽ പുലർച്ചെയോടെ പുനരാരംഭിച്ചേക്കും. അറ്റകുറ്റപ്രവൃത്തി. പ്രസ് ക്ലബ് ജംഗ്ഷൻ മുതൽ ചന്ദ്രഗിരി പാലം വരെയുള്ള റോഡ് അടച്ചിട്ടു. വാഹനങ്ങളും വഴിതിരിച്ചു വിടുന്നു. ശിവസേന ഷിൻഡെ വിഭാഗം MLAയുടെ അധിക്ഷേപ പരാമർശത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം. കാസർഗോഡ് പ്രകടനം നടത്തി. ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഉദിനൂർ തിയേറ്റർ വില്ലേജ് ഉദ്ഘാടനവും ഉടയോൾ നാടക അവതരണവും 21, 22 തീയതികളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. മഞ്ചേശ്വരം ദേശീയപാതയോരത്തെ അടിപ്പാതകൾ അപകട സാധ്യതയുണ്ടാക്കുന്നതായി പരാതി. അടിയന്തര നടപടി വേണമെന്ന് ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.